എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടക്കുന്ന ഓശാന ചടങ്ങിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഓശാന ഞായർ ആഘോഷിക്കുകയാണ് ക്രൈസ്തവ സമൂഹമൊക്കെ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് സ്ഥാനാർത്ഥികൾ കൂടി പള്ളികളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണിപ്പോൾ അവിടെ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ക്രൈസ്തവർക്ക് ഏറ്റവും പവിത്രമായ വിശ്വാസത്തിന്റെ ഒരു തീഷ്ണത നിറഞ്ഞ ഒരു പീഡാനുഭവവാരം കടന്നു വരുന്നതിന്റെ മുന്നോടിയാണ് ഓശാന ഞായർ. ഓശാന ഞായർ ക്രിസ്തുദേവന്റെ ജെറുസലേം നഗരപ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് ഓശാന ഞായർ ആചരണം എന്ന് പറയുന്നത്. കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്ന ദിവസം യേശുദേവൻ ജെറുസലേം നഗരയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഴുതപ്പുറത്ത് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ ജെറുസലേം ജനത അവർ ഒലിവിലകൾ കൈകളിലേന്തിക്കൊണ്ട് അത് വീശിക്കൊണ്ട് അദ്ദേഹത്തെ എതിരേറ്റു എന്നതാണ്. അതിന്റെ ഓർമ്മ പുതുക്കലാണ്. അതിന്റെ ആ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒലിവിലകൾക്ക് പകരം കുരുത്തോലകൾ കൈകളിലേന്തിക്കൊണ്ട് ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ കാണുന്നത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ലത്തീൻ രൂപതയായ വരാപ്പുഴ അതിരൂപതയുടെ പ്രധാന ദേവാലയമാണിത്. ഇവിടേക്ക് ഇപ്പോൾ വിശ്വാസികളും അതോടൊപ്പം തന്നെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, അതോടൊപ്പം സഹായമെത്രാൻ ബിഷപ്പ് ആന്റണി വാലങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ ഒരു ക്രിസ്തുദേവന്റെ നഗരപ്രവേശനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലളിതമായ പ്രദക്ഷിണം, അതിൽ കുരുത്തോലകൾ കൈകളിലേന്തിയ വിശ്വാസി സമൂഹം അതിനെ അനുഗമിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുന്നതോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ ഇതിന്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിലും ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ ഇതിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നു. ക്രൈസ്തവർക്ക് ഏറ്റവും പവിത്രമായ വിശുദ്ധ വാരത്തിലേക്ക് കൂടി കടക്കുന്നതിന്റെ നന്ദി കുറിക്കൽ കൂടിയാണ് ഈ ഓശാന ഞായർ എന്ന് പറയുന്നത്. പെസഹ വ്യാഴവും അതോടൊപ്പം തന്നെ ദുഃഖവെള്ളിയും ഈസ്റ്ററും എല്ലാം ഉൾപ്പെടുന്ന വിശുദ്ധ വാരമാണ് ഇനി കടന്നു വരുന്നത്. അതിന് തുടക്കം കൂടിയാണ് ഈ കുരുത്തോല ഞായർ എന്നറിയപ്പെടുന്ന ഓശാന ഞായർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ ചടങ്ങുകൾ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതിനിടയിൽ തന്നെയാണ് വിശുദ്ധവാരവും മറ്റും കടന്നു വരുന്നത്. കുരുത്തോല ഞായറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളും മറ്റും ഈ ദിവസങ്ങൾ വളരെ സജീവമായിട്ട് പലയിടങ്ങളിലും പങ്കെടുക്കുന്നുവെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ ഭക്തിനിർഭരം ഓരോ ഇടങ്ങളിലും തന്നെ പുരോഗമിക്കുകയാണ്. നിരവധിയായ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കാനെത്തുന്നത്. കുരുത്തോലകളും കൈകളിലേന്തിക്കൊണ്ടാണ് വിശ്വാസികൾ ഈ ചടങ്ങിൽ ഉടനീളം പങ്കെടുക്കുകയും പിന്നീട് ഒരു വർഷക്കാലം, അത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് അത് വീടുകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരു നോമ്പ് കാലത്തിന്റെ തുടക്കമാകുന്ന വിഭൂതി ബുധനിലേക്ക് അന്നാണ് അത് എരിയിച്ച് പിന്നീട് ചാരമായിട്ട് നെറ്റിയിൽ കുരിശ് ചാർത്തുന്ന വിഭൂതി ബുധൻ ഒരു നോമ്പുകാലത്തിന്റെ തുടക്കം വരെയും ഒരു വർഷക്കാലം അത്രയും അത് സൂക്ഷിച്ചു വെക്കുന്നു. ഇതെല്ലാം തന്നെ ക്രൈസ്തവരുടെ വിശ്വാസങ്ങളുടെ അതിന്റെ സജീവതയുടെ എല്ലാം തന്നെ ഭാഗമാണ്. എന്തായാലും ചടങ്ങുകൾ ഇപ്പോൾ വിവിധ ദേവാലയങ്ങളിലായിട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നിരവധിയായ വിശ്വാസികളെല്ലാം ഇതിൽ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശരി, കൊച്ചിയിൽ നിന്നും ഡാനിപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഓശാന ഞായർ കുരുത്തോല പ്രദക്ഷിണ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്.
സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ക്രൈസ്തവ ജനത ഒരു വിശുദ്ധ വാരത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഈ സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. ഇവിടെ ഇപ്പോൾ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട് കുരുത്തോല പ്രദക്ഷിണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുൻപ് കുരുത്തോല വെഞ്ചിരിപ്പും മറ്റും കഴിഞ്ഞു. അതിനുശേഷമാണ് പ്രദക്ഷിണത്തിലേക്ക് കടന്നത്. ഇപ്പോൾ ഡാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയൊരു നോമ്പുകാലത്തിന്റെ അവസാന ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ ദിനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഓശാന ഞായർ ഈ ഒരു ഓശാന ഞായർ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ഇനി വിശ്വാസികൾക്ക് കൂടുതൽ ഈസ്റ്ററും മറ്റും അടുത്തിരിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തി നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ദിവസവും ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റ് ആഘോഷ ദിവസങ്ങളടക്കം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ക്രൈസ്തവ ജനതകൾക്കടക്കം വലിയ രീതിയിലുള്ള വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസികൾക്ക് സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഇനി ദേവാലയങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തുന്ന ദിവസം കൂടിയായിരിക്കുമെന്ന്. കാരണം വിശ്വാസികൾ കൂടുതലായി പള്ളികളിലേക്ക് എത്തുകയും കുരുത്തോല പ്രദക്ഷിണത്തിലെയും ഈ ഒരു വെഞ്ചരിപ്പിലേക്ക് അടക്കം അവർ പങ്കെടുക്കുന്ന സുപ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികളും പള്ളികളിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കും. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. വയനാടും എല്ലാ പള്ളികളിലും പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. വയനാട് നടവേൽ ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്നും ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജയരാജ്, ഗുഡ് മോർണിംഗ്. ക്രൈസ്തവ ജനത ഒരു നോയമ്പ് കാലഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്നത്തെ ഓശാന ഞായറോടുകൂടി പള്ളികളിൽ പ്രാർത്ഥന പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അവിടുത്തെ? ഗുഡ് മോർണിംഗ്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതായത് ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. ഈസ്റ്ററിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഈസ്റ്ററിന് മുന്നോടിയായി നടത്തുന്ന വലിയൊരു ചടങ്ങാണ് ഈ കുരുത്തോല പെരുന്നാൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മാനന്തവാടി രൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ഇവിടെ കുരുത്തോല പെരുന്നാളിന്റെ പ്രദക്ഷിണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിരവധി വിശ്വാസികളാണ് ഇവിടെ ഈ 40ാം നോമ്പിൽ എത്തിയിട്ടുള്ളത്. അടുത്ത ആഴ്ച ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു കുരുത്തോല പെരുന്നാൾ അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പള്ളി വികാരി ഗർവസിസ് മറ്റത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും ക്രിസ്ത്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചടങ്ങ് തന്നെയാണിത്. കാരണം അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കുരുത്തോല പെരുന്നാൾ അല്ലെങ്കിൽ ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ദേവാലയത്തിൽ നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് മുന്നായി തന്നെ 6:45 തന്നെ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ കുരുത്തോല പെരുന്നാളിന്റെ പ്രദക്ഷിണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്തായാലും വയനാട് ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്ന ഈ ഒരു കുരുത്തോല പെരുന്നാൾ ഇപ്പോ നമുക്ക് ഈ നിൽക്കുന്ന ദേവാലയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടിയേറ്റ കർഷകരുടെ ഏതാണ്ട് 77 വർഷത്തോളം പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഓശാന ഞായർ ആചരിക്കുകയാണ് ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം. ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരത്തിലേക്ക് കൂടി അവർ കടക്കുകയാണ് എന്നുള്ളതാണ്. വലിയൊരു നോയമ്പ് കാലത്തിലേക്ക് കൂടി ക്രൈസ്തവ ജനത കടക്കുകയാണ്. ഇന്നത്തോടുകൂടി എല്ലാ പള്ളികളിലും പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. കുരുത്തോല ഞായർ ആഘോഷിക്കുകയാണ് ഇന്ന് ക്രൈസ്തവ ജനത. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വരുന്ന യേശുക്രിസ്തുവിനെ ഒലിവ് മരച്ചില്ലകളും കുരുത്തോലകളുമൊക്കെ ഈന്തപ്പനി ഓലകളുമൊക്കെ വഴിയിൽ വിരിച്ച് സ്വീകരിക്കുന്നതിനെയാണിപ്പോൾ കുരുത്തോല ഞായറായി ക്രൈസ്തവ ജനത ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. വലിയൊരു നോയമ്പ് കാലഘട്ടമാണ് ഇനി അവർക്ക് മുന്നിലൂടെ കടന്നു പോകാനുള്ളത്. ഓശാന ഞായർ ആഘോഷിക്കുകയാണ് ഇന്ന് ക്രൈസ്തവ ജനത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.